Hi friends, welcome to Lino's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ്, പിന്നെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ മുട്ടയും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇത് നമ്മുടെ കോൺഫ്ലവർ സ്ലറി, അതായത് ഈ പുഡിംഗ് ഒന്ന് കട്ടിയാക്കാൻ, ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലറിയാണിത്. അപ്പോൾ അത് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. പിന്നെ വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് വീണ്ടും 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കോക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓരോ സ്പൂണായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോഴേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ, ചോക്ലേറ്റ് പേസ്റ്റ് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ചോക്ലേറ്റ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു സോസ് പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാൽ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് തിളച്ച് പോകാൻ പാടില്ല. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കോൺഫ്ലവർ സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കോക്കോ പൗഡർ മിക്സ്ചർ, അതായത് കോക്കോ പൗഡറും പാലും കൂടെ കലക്കി വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോക്കോ പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കോക്കോ പൗഡർ ഡയറക്റ്റ്ലി ഇതിലിടുമ്പോൾ എല്ലാം കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പാലിലാദ്യം കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് നല്ല കട്ടിയായിട്ട് വരും, നല്ലൊരു തിക്ക് പുഡിംഗ് പോലെ ആവും പതുക്കെ പതുക്കെ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒരു പുഡിംഗ് കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു ക്രീമി പുഡിംഗ് പോലെ ആയിട്ടുണ്ട്. ഇതിനി ഇരുന്നും കട്ടിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടി മതി. നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട്, നല്ലൊരു പുഡിംഗ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ പുഡിംഗ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കോഫി ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് ചൂടുവെള്ളവും ഇവിടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ സാധാരണ കാപ്പി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ട്രേ എടുക്കുക. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ട്രേ ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ആണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അതെടുക്കാം. പിന്നെ ഞാനിവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണുള്ളത് അതെടുക്കാം. പാർലേജി എടുക്കാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ കാപ്പിയിൽ മുക്കിയിട്ട് നമ്മുടെ ട്രേയിലേക്ക് നമുക്ക് ഒരു ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഏത് പാത്രമാണോ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ബിസ്ക്കറ്റും കാപ്പിയിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാപ്പിയിൽ മുക്കിയിട്ട് ട്രേയിൽ അടിഭാഗം മൊത്തം കവറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം ഒരു ലെയറായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് തണുത്ത പുഡിംഗ് ആണ്, അത് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ പുഡിങ്ങിൻ്റെ ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത്, ഞാനിവിടെ ബനാനയാണ്, അതായത് പഴമാണ് എടുത്തേക്കുന്നത്. 2 പഴം സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് ഇങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ബനാന വേണ്ടെങ്കിൽ സ്ട്രോബെറിയും ആക്കാം കേട്ടോ. സ്ട്രോബെറിയും നല്ലൊരു കോമ്പിനേഷനാണ്.
പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബനാനയായിരുന്നു ഉള്ളത്. അപ്പോൾ ഞാൻ ബനാനയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലെയർ പഴം ആക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ ബിസ്ക്കറ്റ് നമ്മൾ കാപ്പിയിൽ മുക്കിയിട്ട് ഒരു ലെയർ ബിസ്ക്കറ്റും കൂടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുഡിംഗ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയ ട്രേ ആണെങ്കിൽ ഇത് എന്തായാലും മതിയാവും ഈ പുഡിംഗ്. എൻ്റെ ട്രേ ഇപ്പോൾ ചെറുതായതുകൊണ്ട് എനിക്ക് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ വേറെ ഒരു ചെറിയ പാത്രത്തിൽ സെയിം ഇങ്ങനെ പുഡിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇൻഡിവിജ്വൽ പുഡിംഗ് ആയിട്ടും എടുക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് 4-5 ചെറിയ ബൗൾസ് ഉണ്ടെങ്കിൽ അതിലും പുഡിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് അടിയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഈ പുഡിംഗ് ഒഴിച്ചതിന് ശേഷം പിന്നെ പഴം വെക്കുക, അതിനുശേഷം വീണ്ടും ബിസ്ക്കറ്റ് വെക്കുക, പിന്നെ ഈ പുഡിങ്ങും കൂടെ. അങ്ങനെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ബൗൾസിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് ബാക്കി വരുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾ എടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കോ പൗഡറും ഒരു അരിപ്പേ കൂടെ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഐസിങ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാരയും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആ ബൗളിലിരിക്കുന്നതാണ്, ചെറിയ ബൗളിലിരിക്കുന്നതാണ് ഇൻഡിവിജ്വലായിട്ട്, അതായത് ഓരോ ഡെസേർട്ട് കപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കി വന്നത് ഞാൻ അങ്ങനെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നോ ബേക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബനാന പുഡിംഗ്. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഓവൻ്റെ ആവശ്യമില്ല, പിന്നെ എഗ്ലെസ് ആണ്, അപ്പോൾ വെജിറ്റേറിയൻസിനും പറ്റും. എന്നിട്ട് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറത്തേക്ക് സെറ്റാവാൻ വെക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ പുഡിംഗ് നല്ല രീതിയിൽ സെറ്റായി നല്ല തിക്കായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 4-5 മണിക്കൂറിന് ശേഷം ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പുഡിംഗ് എങ്ങനെയായിരിക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിംഗ്. ആ പഴം ഒക്കെ കാണാം നമുക്ക്, പഴത്തിൻ്റെ ലെയറും ചോക്ലേറ്റിൻ്റെ ലെയറും ഒക്കെ നല്ല അടിപൊളി ഒരു പുഡിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.